വാടോ. ഇവനെ നിങ്ങൾക്കറിയാമല്ലോ, ജോസഫ്. നിരവധി ആൾക്കാരെ ഇവൻ കൊന്നിട്ടുണ്ട്. ഒത്തിരി പേരുടെ സ്വത്തും മുതൽ ഇവൻ കൊള്ളയടിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള കൂലിയായിട്ട് നമ്മളിവനെ ഇവിടെ വെച്ച് കൊല ചെയ്യാണ്. നിങ്ങളിൽ ആരത് ചെയ്യും? ഈ നല്ല കാര്യം ചെയ്യാൻ ചങ്കുറപ്പുള്ളവൻ കൈവക്കിക്കേ. കമോൺ. എന്താടാ നായിന്റെ മോനെ, നിന്റെ കൈ പൊങ്ങത്തില്ലേ? അതോ നീ നക്സലാണോ? എന്നാ പിന്നെ നീ തന്നെ കൊന്നാ മതി. വെക്കടാ വെടി. അവനെ നെഞ്ചും കൂടി നോക്കി. വെടി. വേണ്ട സാർ, ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൂടി മരിച്ചു. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തളയും. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള.
എന്താണ് നായിന്റെ മോനെ, നിന്റെ തന്തയാണ് ചത്തെടുക്കുന്നത്? ഇന്നലെ നടന്ന വിവരങ്ങൾ വല്ലതും പുറത്തറിഞ്ഞ നിന്നെ ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും. പറഞ്ഞേക്കാം. പറഞ്ഞ മനസ്സിലായോടാ? മനസ്സിലായോ? ഒന്ന് ഈ കഴിഞ്ഞ 35 വർഷം ഞാനിത് ആരോടും പറഞ്ഞില്ല. ഈ നെഞ്ചും കൂടിനകത്ത് അമർത്തി വെച്ചു. നിറയൊഴിക്കുന്ന നേരത്തെ സഖാവ് ജോസഫിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ ശ്രീ രവീന്ദ്രപിള്ളയ്ക്ക്? ഓർമ്മയുണ്ടോന്നോ? കൊച്ചെന്തോ ചോദ്യമായി ചോദിക്കുന്നത്. അന്നേരം അവിടെ നടന്നൊരു കാര്യവും മറക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്റെ ഈ 35 കൊല്ലം പാഴായത്. ആക്ച്വലി എങ്ങനെയാണ് സഖാവ് ജോസഫ് പ്രതികരിച്ചത്? എന്നെ മുഖമുയർത്തി നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ ഒരു മുദ്രാവാക്യം വിളിച്ചു. അന്നൊരു പക്ഷെ സാറ് സഖാവിനെതിരെ നിറയൊഴിച്ചില്ലായിരുന്നെങ്കിൽ അവർ താങ്കളെ കൊലപ്പെടുത്തുമായിരുന്നോ? പക്ഷെ ഇപ്പൊ തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന്. സഖാവ് ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചത് ഈ DIG പരശുരാമും SP ശശീന്ദ്രനും കൂടിയാണോ, അതോ ഉന്നതങ്ങളിൽ നിന്നാരെങ്കിലും? അന്ന് സഖാവിനെ അറസ്റ്റ് ചെയ്തതിന് 3-ാം ദിവസം സന്ധ്യക്ക് പരശുരാം സാർ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രങ്ക് ബുക്ക് ചെയ്തു. ആരോടോ സംസാരിച്ചു. അവിടെ നിന്ന് ആർഡർ കിട്ടിയത് വെടിവെച്ച് കൊന്നു. ശവത്തിന്റെ കയ്യിൽ ഒരു നാടൻ തോക്ക് പിടിപ്പിച്ചു. എന്നിട്ട് ഏറ്റുമുട്ടലിൽ ചത്തതാണെന്ന് പത്രക്കാരോട് പറഞ്ഞു. എവിടെയൊക്കെ സമരമുണ്ടോ അവിടെയൊക്കെ ത്യാഗമുണ്ട്. നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനെ നാം ഭയക്കുന്നില്ല. നാം ജനങ്ങളെ സേവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖ്യ മുദ്രാവാക്യം കാർഷിക വിപ്ലവം വിജയിപ്പിക്കുക എന്നതായിരിക്കും. പഴവും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങണ്ട കരണേട്ടാ. ആർക്ക്? കുറുമ്പിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മറന്നൂലേ? ആ കോപ്പ് മറന്നു. വാങ്ങിക്കാം. കൊച്ചിനെ പിടി. അയ്യോ, ഇത് ആര് കരുളനോ? എന്തോന്നാ വേണ്ടത്? ബിസ്ക്കറ്റും ഒരു പടല പഴവും. ആ, ഇമ്പിടി ആളുകൾ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പത്രക്കാരും TV-ക്കാരും. വൈകിട്ട് ഏതോ മന്ത്രി വരണമെന്ന് പറഞ്ഞു കേട്ടു. പുഷ്പങ്കം ചേട്ടോ, നാരേത്തറയിലേക്ക് നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങിയാലോ? എന്റെ പൊന്നുമോനെ, നമുക്ക് ഹെഡ് ഓഫീസ് മാത്രം മതി. പിള്ളേക്കും പിള്ളേർക്ക് സുഖം തന്നെയല്ലേ കാരണം? അച്ഛനായ കാലത്ത് അറിയിച്ചാൽ എന്താ തെളിഞ്ഞില്ലേ? ശുക്ർ ഇല്ലേ? മതിയോ? ഓ, 50 രൂപ. മക്കൾക്കാ അനുഭവ യോഗം. 4-5 ലക്ഷം രൂപയെങ്കിലും കിട്ടിക്കാണല്ലേ? പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു 10-12 മണി രാത്രിയായി കാണും. ഒരു കാറ് വന്ന് അതാ അവിടെ വന്ന് അങ്ങോട്ട് നിന്നു. നാരകത്തറയ്ക്കുള്ള വഴി ഏതാണെന്നൊരു ചോദ്യം. കാശും കൊണ്ട് വന്നതാ. ഏതായാലും ആ പിള്ള സാറിന് ആ കൊള്ളക്കാരന് വെടിവെച്ചു കൊല്ലാൻ തോന്നിയതുകൊണ്ടാണല്ലോ ഈ കാശും ബഹളമൊക്കെ ഉണ്ടായത്. പിന്നെ വേറെ കൂട്ടത്തിൽ എത്ര പോലീസുകാരുണ്ടായിരുന്നതാ? അവർക്കാർക്കെങ്കിലും തോന്നിയോ ഈ ബുദ്ധി? അതാണ് തലയിലെഴുത്ത്. ഈശ്വര, ഇതുപോലെ കള്ളനോട്ടം മറ്റോ ആണോ? അവനിപ്പോ മോഷണവും പിടിച്ചോറിയൊക്കെ നിർത്തി കള്ളനോട്ടിന്റെ ഏർപ്പാട് തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. എടാ വാവുവേ, നീ ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്. അവിടെ സീരിയൽ പിടുത്തക്കാർ വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം ഞാനും കങ്ങഴക്കാരനൊരു ഗോപിയും ഞങ്ങൾ രണ്ടാളും സഖാവിന്റെ ഒപ്പം തന്നെയായിരുന്നു ഡ്യൂട്ടി. പിന്നെ ഒത്തിരി പോലീസുകാരും ഉണ്ടായിരുന്നു. പേരും മറ്റും ഓർക്കുന്നില്ല. കരുണൻ, എന്റെ മോന കരുണൻ. മോനെ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അമ്മേ, ദേ അച്ഛൻ വന്നു.
അവിടെ നിന്നേ. നിങ്ങളുടെ ഉദ്ദേശം എന്താ പറ. ഞാനും എന്റെ പിള്ളേരും ഇവിടെ ഇറങ്ങി തന്നിട്ട് വേണം ആ നസ്രാണിച്ചിയെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ അല്ലേ? എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നുമല്ല. നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അമ്മ അച്ഛനെ വഴക്ക് പറയല്ലേ അമ്മ, അച്ഛൻ എന്നെ കുടിക്കില്ല. ആരുടെ അച്ഛനാടി? അങ്ങനെ ഒരു വിചാരം ഇയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ തരവഴിത്തരത്തിന് പോവായിരുന്നോ? എന്റെ കൂടെ പുറത്ത് മടുത്തെങ്കിൽ എന്നെയും പിള്ളേരും എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടാര്. അല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങിത്താ, അതും തിന്ന് ഞങ്ങൾ അങ്ങ് ചത്തോളാം. മിണ്ടാട്ടം ഉണ്ടോ നോക്കി ഇയാൾക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇന്നും കൊണ്ട് ഞാൻ തീർത്തു തരാം. ഞങ്ങളെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്തിട്ട് മതി നിങ്ങളുടെ താന്തോന്നി തരം. കത്തി തീരട്ടെ. കണ്ടവന്മാരെ കൂടെ പൊറപ്പിക്കാൻ ഞങ്ങൾ തടസ്സമല്ല. ഇങ്ങോട്ട് തീരട്ടെ എല്ലാം. എന്താ ഇത്? എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്താ പോരായോ? കരഞ്ഞു വിളിച്ച് ആൾക്കാരെ കൂട്ടണം. കേക്കട്ടെ, നാട്ടുകാർ മുഴുവനും കേക്കട്ടെ. സഹിക്കാന്നതിനപ്പുറം ഞാൻ സഹിച്ചു. ഞാനും ഇയാൾക്ക് എന്റെ പിള്ളേരെ വേണ്ട, എന്നെ വേണ്ട. നേരം വെളുത്ത തുടങ്ങും കൂടി. 2 ദിവസം കൂടിയാ കഞ്ഞിയുടെ വെള്ളം ഇവിടെ തിളപ്പിച്ചത്. അത് കൊടുത്തപ്പോ പിള്ളേര് പറഞ്ഞു